ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് മീനൊന്നും വാങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ്. ഞാൻ വീഡിയോ ഇടാനായിട്ട് ലേറ്റായി പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ലോക്ക്ഡൗൺ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിക്കനിൽ ആവശ്യത്തിന് ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പകുതി നാരങ്ങ നീരും ഒഴിച്ച് മിക്സ് ചെയ്ത് അരമണിക്കൂറോ 1 മണിക്കൂറത്തേക്കോ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ്, തക്കാളി, മല്ലിയില, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില ഇത്രയും എടുക്കുക. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇനി അടപ്പ് തുറന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കിഴങ്ങും തക്കാളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എൻ്റെ പപ്പയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പപ്പ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക്.
കറി അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പയും ചിക്കനും ആണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക്